കോഫി ചായ. അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. LP മുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വരെ മികച്ച സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ദേശമംഗലം ഗവൺമെൻറ് സ്കൂളിൽ പ്രൈമറി വിഭാഗത്തിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുത്തനെ കുറയുന്നതായി പരാതി. പരിസരത്തെ സ്വകാര്യ വിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ വൻതോതിൽ പോകുന്നതോടെ ഈ പൊതുവിദ്യാലയത്തിലെ ഡിവിഷനുകൾ ഓരോന്നായി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. കുട്ടികളുടെ കുറവ് മൂലം സ്കൂളിലെ മലയാളം ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ ഒരേ ഡിവിഷനിൽ ഒതുക്കേണ്ടി വരുന്ന ദയനീയ സാഹചര്യമാണ്. 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിൽ ആവശ്യത്തിന് കുട്ടികളില്ലാത്തതിനാൽ വിദ്യാലയത്തിന്റെ നിലനിൽപ്പും അധ്യാപകരുടെ ഭാവിയും ഒരേപോലെ തുലാസിലായിരിക്കുകയാണ്. നിലവിൽ സ്കൂളിൽ സ്ഥിരമായ ഒരു ഹെഡ്മിസ്ട്രസ് പോലുമില്ലാത്ത അവസ്ഥയാണ്. പുതിയ അധ്യയന വർഷത്തിൽ ഡിവിഷനുകൾ നിലനിർത്താൻ വിദ്യാർത്ഥികളെ തേടി അധ്യാപകർ നെട്ടോട്ടമോടുകയാണ്. സ്ഥലം MLA ഈ സ്കൂളിനെ സംരക്ഷിക്കാൻ യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ലെന്ന നാട്ടുകാർക്കിടയിൽ ആരോപണമുണ്ട്. MLAയുടെ ഈ മൗനം കാരണം വൻ തുക നൽകി സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളുടെ പഠനമാണ് അവതാളത്തിലാകുന്നതെന്നും നാട്ടുകാർ പറയുന്നു. പൊതുവിദ്യാലയത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കണമെന്നും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ദേശമംഗലം മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തെടുത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും വകുപ്പ് മേധാവികൾക്കും അടിയന്തരമായി പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. LP വിഭാഗത്തിൽ കുട്ടികളില്ലാതെ ഡിവിഷൻ തന്നെ ഇല്ലാതെയാവും, അധ്യാപകന്മാർക്ക് ജോലി പോവും എന്നൊരവസ്ഥയിലാണ് ഇന്ന്. അങ്ങനത്തെ ഒരവസ്ഥയിലാണുള്ളത്. അതിൻ്റെ കാരണം സ്വകാര്യ വ്യക്തിയുടെ സ്കൂളിലേക്കാണ് അവിടുത്തെ ആൾക്കാർ, അതുപോലെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട PTA മെമ്പർമാരുടെ കുട്ടികളടക്കം LP വിഭാഗത്തിലേക്ക് സ്വകാര്യ സ്ഥാപനം വലുതാക്കാനും നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന, സാധാരണക്കാരൻ്റെ കുട്ടികൾ പഠിക്കുന്ന, ഇവിടെ പഠിച്ച് 10ാം ക്ലാസ് പഠിച്ച് +2 വരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന നമ്മുടെ സർക്കാർ സ്കൂളിൽ LP സ്കൂളിലെ വിഭാഗം അത് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. സ്വകാര്യ വ്യക്തിയുടെ സ്കൂളിൽ കുട്ടികൾ വരാനും അതിനെ വേണ്ടിയാണ് PTA മെമ്പർമാരടക്കം വളരെ ആ സ്വകാര്യ വ്യക്തിയെ സ്കൂൾ വിജയിപ്പിക്കാനുള്ള പരിപാടിയിലാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ നാട്ടിലെ MLA ഉള്ള നാടാണ്, ദേശമംഗലത്താണ് MLAയുടെ വീട്. ആ സർക്കാരിൻ്റെ സ്കൂളിൽ വരുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തെ സംരക്ഷിക്കാൻ MLA അടക്കം മുൻകൈ എടുക്കണം. ഇത് വേണ്ടപ്പെട്ട അധ്യാപകരെ ജോലി ഇല്ലാതാവുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും വകുപ്പും മന്ത്രിയും ഈ കാര്യം അറിയിക്കാനാണ് ഞങ്ങളെടുത്ത തീരുമാനം. You are watching VCV News.